കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പകപോക്കൽ VM സുധീരന് ഉണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് AI ഗ്രൂപ്പുകൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുമ്പോൾ VM സുധീരനെതിരെ ഹൈക്കമാൻഡിന് മുന്നിൽ പരാതികളുടെ പ്രവാഹം. VM സുധീരനെതിരെ സംയുക്തമായി നീങ്ങാൻ AI ഗ്രൂപ്പുകൾ തീരുമാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് സുധീരനെതിരെ പരാതി പ്രവാഹം ഉണ്ടായിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾ മുതൽ സീറ്റ് മോഹികൾ വരെയുള്ളവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. കരട് സ്ഥാനാർത്ഥി പട്ടിക മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകി. വിജയസാധ്യതയുള്ള സീറ്റുകളിൽ പോലും ഒന്നിലധികം പേരുകൾ കൂട്ടിച്ചേർത്ത് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. ഇങ്ങനെ പോകുന്നു സുധീരനെതിരായ പരാതിയുടെ ഉള്ളടക്കം. തൃക്കാക്കര മണ്ഡലത്തിൽ ബെന്നി ബെഹന്നാന്റെ പേരിന് പുറമെ PT തോമസിന്റെ പേരും സുധീരൻ നിർദ്ദേശിച്ചത് ഉമ്മൻചാണ്ടിയെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അടൂർ പ്രകാശ്, K ബാബു, KC ജോസഫ് എന്നിവർക്ക് യാതൊരു കാരണവശാലും സീറ്റ് നൽകരുതെന്നാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ സുധീരൻ ആവശ്യപ്പെടാൻ പോകുന്നത്. സീറ്റ് നിഷേധിക്കപ്പെട്ടാൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ മത്സര രംഗത്ത് നിന്ന് മാറി നിന്ന് സമ്മർദ്ദമുണ്ടാക്കണമെന്ന വാദം A ഗ്രൂപ്പിലെ ചില തീവ്രവാദികൾ ഉയർത്തുന്നുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റിയിലേക്ക് പുതിയതായി 4 പേർ വരുന്നത് AI ഗ്രൂപ്പുകളുടെ വിലപേശൽ ശക്തി കൂട്ടുമെങ്കിലും സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മല്ലികാർജുൻ ഖാർഗെ, സമിതി അംഗം അജയ് മാക്കൻ എന്നിവരുടെ നിലപാടുകൾ നിർണായകമാകും. 11 അംഗ സ്ക്രീനിംഗ് കമ്മിറ്റിയിലും പേരുകളുടെ കാര്യത്തിൽ ധാരണയായില്ലെങ്കിൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയാവും സ്ഥാനാർത്ഥി നിർണയം നടത്തുക. ദില്ലി ചർച്ചയിൽ സുധീരൻ കടുംപിടുത്തം പിടിച്ചാൽ പല മുതിർന്ന നേതാക്കളും പട്ടികയ്ക്ക് പുറത്താവും. ഇത് മുൻകൂട്ടി കണ്ടാണ് സുധീരനെതിരെ പരാതിയുമായി ഗ്രൂപ്പുകൾ രംഗത്തെത്തിയത്. S ജീവൻകുമാർ, തിരുവനന്തപുരം. VM സുധീരനെതിരെ ഇത്തരത്തിൽ പരാതി പ്രവാഹം വളരെ ശക്തമായിരിക്കുമ്പോൾ ഇന്നത്തെ മന്ത്രിമണ്ഡലം എങ്ങനെ ചിന്തിക്കുന്നു? കണ്ണൂരിലെ ഇരിക്കൂർ നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 35 വർഷമായി KC ജോസഫാണ് ഇരിക്കൂറിലെ MLA. എന്നും ഈ മണ്ഡലത്തിൽ ഉയർന്നിരുന്ന ആരോപണം ഇറക്കുമതി സ്ഥാനാർത്ഥി എന്നാണ്. ആ ആരോപണവും പേറി വികസന മുരടിപ്പും യുവാക്കളുടെ വഴിമുടക്കിയെന്ന ആരോപണവും KC ജോസഫ് മണ്ഡലത്തിൽ നേരിടുമ്പോൾ PV ജോഷ്ല ഇരിക്കൂറിന്റെ രാഷ്ട്രീയവുമായി. 1982 KC ജോസഫ് ആദ്യമായി ഇരിക്കൂർ മണ്ഡലത്തിൽ മത്സരത്തിനെത്തുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായി മണ്ഡലത്തിലെത്തിയ KC ജോസഫ് അന്നു മുതലേ ഇറക്കുമതി സ്ഥാനാർത്ഥി എന്ന ആരോപണത്തിന് വിധേയനായിരുന്നു. പാർട്ടി ബലവും മറ്റു തന്ത്രങ്ങളും പ്രയോഗിച്ച് പ്രചാരകരുടെ വായടപ്പിച്ച് KC ജോസഫ് മണ്ഡലത്തിൽ 35 വർഷം MLA ആയി തുടർന്നു. ഏറ്റവും അവസാനം ഉമ്മൻചാണ്ടിയുടെ പിൻബലത്തിൽ തന്നെ മന്ത്രിയുമായി. മലയോര വികസന അതോറിറ്റി മുഖാന്തരം 350 കോടി രൂപയുടെ ഹാഡ പദ്ധതി ഇത്തവണ മണ്ഡലത്തിൽ നടപ്പിലാക്കിയെന്നാണ് അവകാശവാദം. ഒരു വികസനവും മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടില്ലെന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. ചെക്ക് ഡാം, റോഡുകൾ, കുടിവെള്ള പദ്ധതി ഇവയൊക്കെ കൊണ്ടുവന്നുവെന്നും അവകാശപ്പെടുന്നു. എന്നാൽ ഈ പദ്ധതികളുടെ പിന്നിൽ വൻ അഴിമതിയാണ് നടന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. മണ്ഡലത്തിൽ 7 തവണ MLA ആയിരുന്നിട്ടും കഴിഞ്ഞ തവണ മന്ത്രിയായിട്ട് പോലും കാര്യമായ വികസനമൊന്നും മണ്ഡലത്തിൽ നടപ്പിലാക്കിയില്ലെന്ന ആരോപണമാണ് ഇത്തവണ സ്വന്തം പാർട്ടി പ്രവർത്തകരിൽ നിന്ന് പോലും ഉയർന്നു വരുന്നത്. ഇരിക്കൂറിലെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരിക്കൂർ മണ്ഡലത്തിൽ 7 പഞ്ചായത്താണുള്ളത്. അതിൽ ഇരിക്കൂർ പഞ്ചായത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഇന്നേ വരെ KC ജോസഫ് MLA ചെയ്തില്ല. MLA മാത്രമല്ല, KC ജോസഫ് ജനങ്ങളുടെ ഇടയിൽ, ജനങ്ങളുടെ കണ്ണിലും ഒരു വികസന വകുപ്പ് മന്ത്രിയാണ്. പക്ഷേ ഇരിക്കൂർ പഞ്ചായത്ത് നിവാസികളുടെ മുന്നിൽ വികസന മുരടിപ്പ് മന്ത്രിയാണെന്ന് പറയാൻ ഇരിക്കൂറിലെ ജനങ്ങൾ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഇതുവരെ ഈ സിദ്ദീഖ് നഗർ, അതായത് KC ജോസഫിൻ്റെ മണ്ഡല പരിധി വരെയുള്ള റോഡ് ഇതുവരെ അധികൃതർ ആരും തന്നെ വന്ന് നോക്കിയിട്ട് ഒരു നീക്കുപോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല. എല്ലാം വാഗ്ദാനങ്ങൾ മാത്രം മതിയോ? പ്രാവർത്തികമാക്കണ്ടേ? അതാണ് ഈ കൂറിലെ ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത്. KC ജോസഫ് കഴിഞ്ഞ 35 വർഷക്കാലമായിട്ട് ഈ നിയോജക മണ്ഡലത്തിലെ MLA ആണ്. ഏറ്റവും അവസാനം ഇത്തവണ മന്ത്രിയാണ്. മന്ത്രി എന്ന നിലയിൽ ഇത്തവണ ഇരിക്കൂർ പഞ്ചായത്തിനോട് കാണിച്ചിട്ടുള്ള ഒരു അവഗണന. അപ്പോൾ ആശുപത്രിയുടെ കാര്യത്തിനകത്തില്ല, ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിനകത്തില്ല, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസന കാര്യത്തിനകത്തില്ല. അതുപോലെ തന്നെ ഈ മേഖലക്കകത്ത് 10 ചെറുപ്പക്കാർക്ക് ജോലി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്ഥാപനവും KCയുടെ നിയോജക മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ അനുവദിക്കപ്പെട്ടിട്ടില്ല. മണ്ഡലത്തിൽ നിന്നുയരുന്ന ഈ പ്രതിഷേധം മൂലം ഇത്തവണ KC ജോസഫ് എന്ന ഇറക്കുമതി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ ഏറെ വിയർക്കും. ഇനി മത്സരിക്കാനില്ലെന്ന പ്രഖ്യാപനം പോലും കാറ്റിൽ പറത്തിയാണ് വീണ്ടും KC ജോസഫ് സ്ഥാനാർത്ഥി കുപ്പായമിടുന്നത്. ഇത് യൂത്ത് കോൺഗ്രസ്, KSU, കോൺഗ്രസ് പ്രവർത്തകരിൽ പോലും ഉണ്ടാക്കിയ പ്രതിഷേധം ചെറുതല്ല. മന്ത്രിയുടെ കോലം കത്തിക്കാൻ പോലും മണ്ഡലത്തിൽ സ്വന്തം പാർട്ടി പ്രവർത്തകർ എത്തുന്നിടത്തായി അവസ്ഥ. നിങ്ങൾ വന്ന റോഡ് കണ്ടിട്ടുണ്ടാവും. ഈ റോഡ് 10-40 വർഷമായിട്ട് ഇതേ അവസ്ഥയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ അവഗണിക്കും? ഈ നാടിനെ എന്തിനാ അവഗണിക്കുന്നത്? പിന്നെ എന്തിനാണ് ഇദ്ദേഹം ഇതേപോലെ വീണ്ടും ഇവിടുത്തെ കടിച്ചു നോക്കി നിൽക്കുന്നത്? ഇദ്ദേഹത്തിന് നാട്ടിൽ മത്സരിക്കാറോ?
ഇത് ചെയ്യേണ്ടത് നമ്മുടെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കന്മാരാണ് ഇത് കാണേണ്ടത്. തീർച്ചയായും ഇദ്ദേഹത്തെ മാറ്റി ഒരു യുവത്വത്തെ ഇവിടെ കൊണ്ടുവരണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കെ സുധാകരൻ, KPCC ജനറൽ സെക്രട്ടറിമാരായ സതീശൻ പാച്ചേനി, സജീവ് ജോസഫ് എന്നിവർ ഇരിക്കൂറിൽ മത്സരിക്കാൻ മുന്നോട്ട് വന്നെങ്കിലും ഉമ്മൻചാണ്ടി KC ജോസഫ് കൂട്ടുകെട്ട് ഇവരെ വെട്ടിനിരത്തുകയായിരുന്നു. മലയോരത്തെ ക്രിസ്ത്യൻ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് വീണ്ടും സ്ഥാനാർത്ഥിക്കുപ്പായം. ജനതാദളിലെ SK മാധവൻ, CPIM-ലെ ജെയിംസ് മാത്യു, കേരള കോൺഗ്രസിലെ ജോർജ് സെബാസ്റ്റ്യൻ, AJ ജോസഫ് എന്നിവർ മണ്ഡലത്തിൽ പ്രധാന എതിരാളികളായെത്തിയിരുന്നു. 2006-ൽ ജെയിംസ് മാത്യുവിനോട് എതിരിട്ടപ്പോൾ ഭൂരിപക്ഷം ഏറ്റവും കുറഞ്ഞ് 1685-ലെത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ട് പോലും ചെയ്യാതെ സ്ഥാനാർത്ഥിയായി മാത്രം വന്ന് പിന്നീട് സന്ദർശകൻ മാത്രമാവുന്ന KC ജോസഫിനെതിരെ ഇത്തവണ ലീഗിലും അമർഷമുയർന്നിട്ടുണ്ട്. കെ സുധാകരനെ കണ്ണൂരിൽ നിന്നും വെട്ടുന്നതിൽ KC ജോസഫ്, ഉമ്മൻചാണ്ടി, സണ്ണി ജോസഫ് എന്നിവരടങ്ങിയ ക്രിസ്ത്യൻ ലോബികളുടെ ഒത്തുകളിയുണ്ടെന്ന ആരോപണവും ശക്തമാണ്. ഇത് കെ സുധാകരനൊപ്പം നിൽക്കുന്ന ലീഗ് വോട്ടുകളുടെ ചോർച്ചയായി ഇരിക്കൂറിൽ പ്രതിഫലിക്കുമോ എന്ന ആശങ്കയും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമണ്ഡലം ഇനി മന്ത്രിക്കൊപ്പം നിൽക്കുമോ എന്ന ആശങ്കയും പൊതുവിൽ UDF-ൽ ഉയരുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കണ്ണൂരിലെ ഇരിക്കൂർ മണ്ഡലത്തിൽ നിന്ന് തലസ്ഥാനത്തെ കോവളം നിയമസഭാ മണ്ഡലത്തിലേക്ക് എത്തിയാൽ, തലസ്ഥാനത്തെ കോവളം നിയമസഭാ മണ്ഡലം, അവിടെ തെരഞ്ഞെടുപ്പ് ചൂട് എത്രമാത്രം? സുനിൽ അരിമാനൂരിലേക്ക്. കേരളത്തിന്റെ തെക്കേയറ്റത്തെ നിയോജക മണ്ഡലമാണ് കോവളം നിയോജക മണ്ഡലം. തീരദേശ മണ്ഡലം എന്ന പ്രത്യേകതയും കോവളത്തിനുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതോടൊപ്പം UDF-ഉം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കോവളം നിയോജക മണ്ഡലം എത്തിയിട്ടില്ല. 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ജമീല പ്രകാശമാണ് മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചത്. അന്ന് സിറ്റിംഗ് MLA ആയിരുന്ന ജോർജ് മെഴ്സിയറെ ജമീല പ്രകാശം പരാജയത്തിന്റെ കയ്പറിയിച്ചു. അങ്ങനെ വീണ്ടും കോവളം നിയോജക മണ്ഡലം ഇടതുപക്ഷത്തിനൊപ്പം എത്തിയെന്നെങ്കിലും ഇക്കുറി ശക്തമായ പോരാട്ടത്തിനായിരിക്കും കോവളം വേദിയാവുക. മണ്ഡലത്തിലെ വികസന പദ്ധതികൾ അക്കമിട്ട് നിരത്തി ഇടതുപക്ഷ സാരഥി വോട്ടർമാരെ സമീപിക്കുമ്പോൾ UDF സർക്കാരിന്റെ ഭരണനേട്ടം ഉയർത്തിയാകും UDF പോരാളി കളത്തിലിറങ്ങുക. വിഴിഞ്ഞം പദ്ധതിയാകും UDF കോവളത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് ആയുധമാക്കുക. പക്ഷേ വിഴിഞ്ഞം പദ്ധതിയെ പൂർണ്ണമായും അനുകൂലിക്കുന്ന LDF പദ്ധതിയിലെ ഭാവി അപകടത്തെക്കുറിച്ചും സർക്കാരിന് നഷ്ടമാകുന്ന കോടികളുടെ കണക്കും മറ്റ് വിശദാംശങ്ങളും വോട്ടർമാരെ ബോധ്യപ്പെടുത്താനുമുള്ള ശ്രമവുമുണ്ടായേക്കും. തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകാത്തത് കാരണം മറ്റു മണ്ഡലങ്ങളിലെ പോലെ രാഷ്ട്രീയ പാർട്ടികൾ ചുവരെഴുത്തും പോസ്റ്റർ പതിപ്പിച്ചുള്ള സജീവ പ്രചരണ പ്രവർത്തനത്തിലേക്ക് കടന്നിട്ടില്ല. SNDPക്ക് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോവളം നിയോജക മണ്ഡലം. NDAയുടെ ഘടകകക്ഷിയായ BDJS ആണ് ഇക്കുറി കോവളം നിയോജക മണ്ഡലത്തിൽ മാറ്റുരയ്ക്കാനായി രംഗത്തിറങ്ങുന്നത്. ജാതിമത സമവാക്യങ്ങൾ നിർണായകമാകുന്ന മണ്ഡലമെന്ന പ്രത്യേകതയും കോവളത്തിന് സ്വന്തം. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഒന്നിലധികം പഞ്ചായത്തുകൾ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ വിജയപരാജയത്തെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ടൂറിസം മേഖലയായ കോവളത്തെ വികസനവും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകും. ലത്തീൻ കത്തോലിക്ക സഭയുടെ ഇടപെടൽ ഓരോ സ്ഥാനാർത്ഥിയുടെയും വോട്ടിനെ കാര്യമായി ഓരോ തെരഞ്ഞെടുപ്പിലും ബാധിക്കാറുമുണ്ട്. നാടാർ വോട്ടുകളും മണ്ഡലത്തിൽ നിർണായകമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. അതിനാൽ തന്നെ മണ്ഡലത്തിൽ വ്യക്തമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന തിരക്കിലാണ് LDF നേതൃത്വം. മണ്ഡലം തിരിച്ചുപിടിക്കാനായി ഏത് പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടിനും അടിയൊഴുക്കുകൾ സൃഷ്ടിക്കുന്നതിനുമായി UDF-ഉം തയ്യാറെടുക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ കഴിഞ്ഞാൽ മണ്ഡലത്തിൽ നിർണായക ഘടകമാകുന്ന വോട്ടർമാരെ സംഭാവന ചെയ്യുന്നത് SNDP-യാണ്. SNDP-യുടെ രാഷ്ട്രീയ പാർട്ടി മത്സരരംഗത്തുള്ളതിനാൽ വളരെ സൂക്ഷ്മതയോടും ബുദ്ധിപരവുമായും വോട്ടുകൾ അക്കൗണ്ടിലാക്കാനായിരിക്കും ഇടതു വലതു മുന്നണികളുടെ ശക്തമായ നീക്കം. ഏതായാലും കോവളം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമൊക്കെ പൂർത്തിയാകുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു മത്സരത്തിൻ്റെ കളമൊരുങ്ങും. അതിനുശേഷം ഓരോ സ്ഥാനാർത്ഥികളും ഓരോ വോട്ടർമാരെ നേരിൽ കണ്ടു തന്നെ വോട്ട് അഭ്യർത്ഥിച്ച് വോട്ട് ഉറപ്പിക്കേണ്ട സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത്. ഇത്തവണ അധ്വാനിക്കുന്നവന് മാത്രമേ വിജയം കൊയ്യാൻ ആവുകയുമുള്ളൂ. തലസ്ഥാന ജില്ലയിൽ നിന്നും തൊട്ടടുത്ത ജില്ലയായ കൊല്ലത്തേക്ക് എത്തിയാൽ, കൊല്ലത്തെ കുന്നത്തൂർ, രാഷ്ട്രീയ വിശേഷങ്ങളുമായി രാജ്കുമാർ ചേരും. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ നിയമസഭാ മണ്ഡലം ഇക്കുറി ഏറെ ശ്രദ്ധേയമാവുക RSP വിട്ട കോവൂർ കുഞ്ഞുമോൻ, കോവൂർ കുഞ്ഞുമോന്റെ സഹോദരി പുത്രൻ കോവൂർ ഉല്ലാസ്. ഈ രണ്ട് മുഖങ്ങൾ കോവൂർ ഉല്ലാസും കോവൂർ കുഞ്ഞുമോനും നിശ്ചയിക്കുമ്പോൾ കുന്നത്തൂരിന്റെ രാഷ്ട്രീയം. രാജ്കുമാറിലേക്ക്. ശാസ്താംകോട്ട തടാകത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം മാത്രമല്ല,
RSP രാഷ്ട്രീയവും കൂടി കുന്നത്തൂർ മണ്ഡലം ചർച്ച ചെയ്യും. MLA സ്ഥാനം രാജിവെക്കുകയും RSP വിടുകയും ചെയ്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ആദ്യ രാഷ്ട്രീയ നീക്കം നടത്തിയാണ് കോവൂർ കുഞ്ഞുമോൻ ശ്രദ്ധേയനാകുന്നത്. RSP ലെനിസ്റ്റ് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ച് LDF-ലെത്തിയ കോവൂർ കുഞ്ഞുമോൻ തന്നെയാകും കുന്നത്തൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി. 15 വർഷമായി കുന്നത്തൂർ MLA ആയിരിക്കുന്ന കുഞ്ഞുമോന് സ്വന്തം പാർട്ടിയുമായി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ തന്റെ വികസന നേട്ടങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം RSPയുടെ രാഷ്ട്രീയ വഞ്ചനയും. കാരണം അഴിമതി നിറഞ്ഞ ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. എവിടെ തിരിഞ്ഞു നോക്കിയാലും അഴിമതിയുടെ കഥകൾ മാത്രം പറയാനുള്ള ഈ ഗവൺമെൻറ്റിനെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അഴിമതി മുന്നണിയിൽ പോയിട്ടുള്ള RSP ആ അഴിമതി കൂടാരത്തിൽ നിന്നും സ്ഥാനാർത്ഥികളെ നിർത്തുകയാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണം. പാവപ്പെട്ടവരെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെയെല്ലാം സംരക്ഷിക്കാൻ, പ്രത്യേകിച്ച് പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളികൾക്ക് തൊഴിലില്ലാത്ത ദിനങ്ങളാണ് ഈ ഗവൺമെൻറ് സമ്മാനിച്ചിട്ടുള്ളത്. കയർ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ്. അതേപോലെ തന്നെ കൈത്തറി തൊഴിലാളികൾ, മറ്റിതര മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം ഇന്ന് പട്ടിണിയുടെ വക്കത്ത് നിൽക്കുകയാണ്. അവരെ സംരക്ഷിക്കുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് കഴിയൂ. അതിൻ്റെ ഭാഗമെന്ന നിലയിൽ കൊല്ലം ജില്ലയിലടക്കം കേരളത്തിലടക്കം പ്രത്യേകിച്ച് കുന്നത്തൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. കോവൂർ കുഞ്ഞുമോന്റെ അപ്രതീക്ഷിത രാഷ്ട്രീയ നീക്കത്തെ നേരിടാൻ കുഞ്ഞുമോന്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് RSP സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടുള്ളത്. കുഞ്ഞുമോന്റെ സഹോദരി പുത്രനായ കോവൂർ ഉല്ലാസായിരിക്കും UDF സ്ഥാനാർത്ഥി. കുന്നത്തൂരിന്റെ കാര്യത്തിൽ ആത്മവിശ്വാസത്തിലാണ് RSPയും. അതേസമയം പാർട്ടിയിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതെന്ന് RSPയിലെ ഒരു വിഭാഗത്തിന് ആക്ഷേപവുമുണ്ട്. ആ പയ്യൻ ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഇത്രയേ ഉള്ളൂ കാര്യം. അതുകൊണ്ട് പാർട്ടിക്ക് ഒരു ക്ഷീണവുമില്ല. കുന്നത്തൂര് കുഞ്ഞുമോൻ ജയിക്കത്തില്ല. കുന്നത്തൂർ വീണ്ടും RSP ജയിക്കും, നല്ല ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. മനസ്സിലായില്ലേ? RSPക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ല. RSP സ്ഥിരമായി ജയിച്ചു പോരുന്ന കുന്നത്തൂരിൽ മുന്നണി മാറിയ ശേഷം നടന്ന കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 10 പഞ്ചായത്തുകളിലും LDF ഭരണത്തിലെത്തിയിരുന്നു. ഇടതുപക്ഷ രാഷ്ട്രീയമാണോ വലതുപക്ഷ രാഷ്ട്രീയമാണോ ജനങ്ങൾ സ്വീകരിക്കാൻ പോകുന്നതെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലമാണ് കുന്നത്തൂര്. കോവൂർ കുഞ്ഞുമോനും അദ്ദേഹത്തിന്റെ ബന്ധുവായിട്ടുള്ള ഉല്ലാസ് കോവൂരുമാണ് ഒരുപക്ഷെ ഇവിടെ ഏറ്റുമുട്ടുക. കുന്നത്തൂരിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നുവിനൊപ്പം രാജ്കുമാർ. കൊല്ലം ജില്ലയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് എത്തിയാൽ അടൂർ പ്രകാശും കോന്നി നിയമസഭാ മണ്ഡലവും. വിജേഷ് നടുവിൽ ചേരും. പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയമസഭാ മണ്ഡലം. അവിടെ അടൂർ പ്രകാശിന് മോഹങ്ങൾ ഏറെയാണ്. അനുമതിയില്ലാതെ മണ്ഡലത്തിൽ പോസ്റ്ററുകൾ പതിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്റെ സാന്നിധ്യമാക്കിയതിന് DCC പ്രസിഡന്റ് പരാതി KPCCക്ക്. അടൂർ പ്രകാശിന്റെ സ്ഥാനം എന്തായിരിക്കും? പാടം നികത്താൻ അനുമതി നൽകിയതും സന്തോഷ് മാധവനെ പോലുള്ളവർക്ക് ഭൂമി പതിച്ചു നൽകിയതും മണ്ഡലത്തിൽ എങ്ങനെയാണ് ചർച്ചയാകുന്നത്? വിജേഷ് നടുവിൽ കോന്നിയുടെ രാഷ്ട്രീയവുമായി ചേരുന്നു. നാളത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വീണ്ടും ഇതേ സമയം. കോന്നി അടൂർ പ്രകാശിന്റെ സ്വന്തമെന്നായിരുന്നു വെപ്പ്. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി കോന്നിക്ക് സമം അടൂർ പ്രകാശായിരുന്നു. 2011 തെരഞ്ഞെടുപ്പ് വിജയത്തോടെയായിരുന്നു അടൂർ പ്രകാശ് മന്ത്രിയായത്. ആദ്യം ആരോഗ്യമന്ത്രി, പിന്നീട് റവന്യൂ വകുപ്പും മറ്റു വകുപ്പുകളുമൊക്കെയായി സർക്കാരിന്റെ പ്രധാന ആളായി മാറാൻ അടൂർ പ്രകാശിന് സാധിച്ചു. മണ്ഡലത്തിൽ ടൂറിസം മേഖലയിൽ വികസനങ്ങൾ നിരവധിയുണ്ടെന്നാണ് അടൂർ പ്രകാശ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ 20 വർഷക്കാലം കൊണ്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തത്. കോന്നി എന്ന് പറയുന്ന മലയോര മേഖലയുടെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ആസ്വദിക്കുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കണം എന്ന് മനസ്സിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നിറവേറ്റുവാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് കോന്നിയെ ടൂറിസം മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിലേക്ക് ഇന്ന് കൊണ്ടുവന്നെത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആളായ അടൂർ പ്രകാശ് മന്ത്രിയായിരുന്നപ്പോൾ എടുത്ത പ്രധാന തീരുമാനങ്ങളിൽ ചിലത് ഇവയാണ്. മെത്രാങ്കായൽ, കടമക്കുടി, കുമരകം തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിലം നികത്താൻ ഇഷ്ടം പോലെ അനുമതി.
സന്തോഷ് മാധവന് ഇഷ്ടം പോലെ ഭൂമി, പിന്നെ അടൂർ പ്രകാശിന് വേണ്ടപ്പെട്ടവർക്കും സർക്കാരിന് വേണ്ടപ്പെട്ടവർക്കും ഇഷ്ടദാനം പോലെ ഭൂമി പതിച്ചു നൽകുകയും ചെയ്തു. എന്നാൽ ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമായപ്പോൾ സാക്ഷാൽ KPCC പ്രസിഡന്റ് VM സുധീറിന് തന്നെ അടൂർ പ്രകാശിനെതിരെ രംഗത്ത് വരേണ്ടി വന്നു. പാർട്ടിയോ UDFോ കോന്നി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല. എന്നാൽ ഇപ്പോഴേ അടൂർ പ്രകാശ് UDFന്റെ സ്വയം അവരോധിത സ്ഥാനാർത്ഥിയായി മാറി. നാടൊട്ടുക്ക് പോസ്റ്റർ പ്രചാരണവും ആരംഭിച്ചു. മണ്ഡലത്തിലെ പ്രമുഖരെയൊക്കെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് പാർട്ടിക്ക് വേണ്ടാത്ത അടൂർ പ്രകാശിനെ കോന്നിക്കും വേണ്ടെന്ന് പറഞ്ഞ് മണ്ഡലത്തിലാകെ സേവ് കോൺഗ്രസിന്റെ പേരിൽ പോസ്റ്ററുകളും വന്നത്. ഇത് അടൂർ പ്രകാശിനും കോന്നി മണ്ഡലത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും ചെറിയ ക്ഷീണമൊന്നുമല്ല ഉണ്ടാക്കിയിട്ടുള്ളതും. കായൽ നികത്താനുള്ള അനുമതി നൽകലും അതോടൊപ്പം തന്നെ സന്തോഷ് മാധവനെ പോലെയുള്ളവർക്ക് ഇഷ്ടദാനമായിട്ട് സർക്കാർ ഭൂമി എഴുതി കൊടുക്കലുമായിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അടൂർ പ്രകാശ് നടത്തിയ വികസനങ്ങൾ. ഇത് എതിരാളികൾ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ തുറന്നു സമ്മതിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. വരും തെരഞ്ഞെടുപ്പിലും കോന്നി മണ്ഡലത്തിൽ അടൂർ പ്രകാശ് തന്നെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഇത് പ്രധാന ചർച്ചാ വിഷയമായി രംഗത്ത് വരാനുള്ള സാധ്യതയും ഒട്ടും തള്ളിക്കളയാനാവില്ല. കോന്നിയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം വിജേഷ് നടുവിൽ.